പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ നമ്മെ ചുറ്റി പരിപാലിക്കുന്ന കർത്താവിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. അംഗവൈകല്യം വരാതെ വണ്ണം, മഹാരോഗങ്ങളും മഹാമാരികളും പിടിക്കാതെ വണ്ണം ഈ ഡിവോഷണൽ സ്റ്റഡി ശ്രദ്ധിപ്പാനും അത് ധ്യാനിപ്പാനും ഒക്കെ സ്വർഗത്തിലെ ദൈവം നമുക്ക് തരുന്ന അവസരത്തിനായിട്ട് സ്തോത്രം. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന ദിവസങ്ങൾ ഓരോ ദിവസവും അവൻ്റെ ദാനമാണ്. നമ്മൾ നന്ദിയുള്ളവരാണോ? നാം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കാം. ഇന്ന് അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് ഫിലിപ്പിയർ 1-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം, ഫിലിപ്പിയൻസ് ചാപ്റ്റർ 1 വേഴ്സ് 4, നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശു ക്രിസ്തു നാളോളം അതിനെ തികയ്ക്കും എന്ന് ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, നമ്മെ അവൻ വിളിച്ചു, അല്ലേ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മെ അവൻ വേർതിരിച്ചു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മൾ ദാവീദിൻ്റെ ചരിത്രം ഒന്ന് പഠിക്കുമ്പോൾ അനേക കാര്യങ്ങൾ നമുക്ക് അവനിൽ നിന്ന് മനസ്സിലാക്കുവാൻ, ആ സംഭവത്തിൽ നിന്ന്, ആ തെരഞ്ഞെടുപ്പിൽ നിന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയാകും. ഇശായിക്ക് 8 പുത്രന്മാരുണ്ടായിരുന്നു. അവരിൽ ഏറ്റവും ഇളയവനായിരുന്നു ദാവീദ്. ദാവീദിനെക്കുറിച്ച് പലപ്പോഴും ഹല്ലേലൂയ നമ്മൾ കാണുന്നത് ഹി വാസ് എ ഫോർഗോട്ടൺ ചൈൽഡ്. അവനെ മറന്നുപോയി അവൻ്റെ അപ്പനും അമ്മയും, അല്ലേ? അവൻ്റെ മൂത്ത സഹോദരങ്ങളൊക്കെ വളരെ സ്ട്രോങ് ആയിരുന്നു. ദേ വെർ ഓൾ സക്സസ്ഫുൾ മാൻ. വലിയ ജയാളികളായിരുന്നു, അല്ലെ? യുദ്ധം ചെയ്യാൻ സമർത്ഥരായിരുന്നു. എന്നാൽ ദാവീദിനെ അപ്പൻ്റെ ആടുകളെ മേയ്ക്കുവാനായിട്ട് അങ്ങ് വിട്ടു. ഒരു ദിവസം ശമൂവേൽ പ്രവാചകൻ അവിടേക്ക് വന്നു. ദൈവമാണ് അവനെ ഇശായിയുടെ വീട്ടിലേക്ക് അയച്ചത്. എന്തിനാ? അടുത്ത രാജാവായിട്ട് ഇസ്രയേലിൽ ഒന്ന് അഭിഷേകം ചെയ്യാൻ ഒരാളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി. പ്രൈസ് ഗോഡ്. നമുക്കറിയാം ശൗലായിരുന്നു, പക്ഷേ ശൗൽ തൻ്റെ ആ കിട്ടിയ അവസ്ഥയെ മൂല്യം കൊടുത്ത് കണ്ടില്ല, വിലയുള്ളതായി കണ്ടില്ല. അങ്ങനെ ദാവീദിനെ ഹല്ലേലൂയ കാട്ടിലേക്ക് അയച്ചിരുന്ന ഒരു സമയം എന്തു പറ്റി? ഈ ശമൂവേൽ പ്രവാചകൻ ഇശായിയുടെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് അവൻ്റെ മക്കളെയൊക്കെ തൻ്റെ മുമ്പിലൊന്ന് പ്രസൻറ്റ് ചെയ്യുവാനായിട്ട് ആവശ്യപ്പെട്ടു. അപ്പോൾ എല്ലാ മക്കളെയും കൊണ്ടുവന്നു. അവരെയൊക്കെ ശമൂവേലിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ ദൈവം ശമൂവേലിനോട് പറഞ്ഞു, നീ പൊക്കമോ ഉയരമോ നോക്കരുത്, ഞാൻ ഇവനെ തള്ളിയിരിക്കുന്നു എന്ന് പറഞ്ഞ് എല്ലാവരെയും തള്ളി. എല്ലാവരെയും ഒരുപോലെ അപ്പൻ ഇശായി ശമൂവേലിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നില്ല. കാരണം ദാവീദില്ല. ദാവീദ് ആടിനെ മേയിച്ചുകൊണ്ട് പോയിരിക്കുക. ഞാൻ പറയട്ടെ, ആ ഭവനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൊമെൻ്റ് ആയിരുന്നു അത്, അല്ലേ? ഡേവിഡ് ഗോട്ട് ലെഫ്റ്റ് ഔട്ട്, ബട്ട് ഗോഡ് ഹാഡ് നോട്ട് ഫോർഗട്ടൺ ഹിം. കുഞ്ഞേ, ചിലപ്പോൾ നിന്നെ എല്ലാവരും ഭവനത്തിലുള്ളവർ മറന്നുപോയി കാണും. നിൻ്റെ അപ്പനും അമ്മയും നിന്നെ മറന്നുപോയി കാണും. ഹല്ലേലൂയ. യു ഹാവ് ഗോട്ട് ലെഫ്റ്റ് ഔട്ട്. എപ്പോഴൊക്കെയോ പുറകോട്ടൊന്നോർത്തേ. നിന്നെ മൈൻഡ് ചെയ്യാതെ, നിന്നെ ഗൗനിക്കാതെ, നിന്നെ അവഗണിച്ച്, കുഞ്ഞെ നിനക്ക് പരിഗണന തരാതെ ചിലരൊക്കെ മുഖം തിരിച്ച് കടന്നുപോയില്ലേ? പക്ഷെ ദൈവം നിന്നെ മറന്നിട്ടില്ല. ദാവീദിനെയും അവൻ്റെ കഷ്ടതയെയും ഓർക്കണമെന്ന് ദാവീദ് അതുകൊണ്ടാണ് പ്രൈസ് ഗോഡ് ദൈവസന്നിധിയിൽ ഒരു ദിവസം നിലവിളിച്ച് പ്രാർത്ഥിച്ചത്. ദാവീദിനെ ഓർക്കുന്ന ദൈവം ദാവീദിൻ്റെ കഷ്ടതയെ ഓർക്കുമെങ്കിൽ, പ്രിയ ദൈവപൈതലേ, നിന്നെ ഓർക്കുന്ന ദൈവം നിൻ്റെ കഷ്ടതയും ഓർക്കും. എന്നാൽ ദാവീദിനെ നമുക്കറിയാം. ഞാൻ ആ ഭാഗം അങ്ങ് ചുരുക്കട്ടെ. ദാവീദിനെ അഭിഷേകം ചെയ്ത് ഇസ്രായേലിൻ്റെ രാജാവാക്കി മാറ്റി. എന്നാൽ അവൻ്റെ അഭിഷേകം കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ശൗലിൻ്റെ ആ സർവീസിലേക്ക് അവന് എൻറ്റർ ചെയ്യുക. ഹല്ലേലൂയ. കാരണം അവനാണ് ഇപ്പോഴത്തെ കറൻറ്റ് കിങ്. ആര്? ദാവീദ്. പ്രൈസ് ഗോഡ്. പലപ്പോഴും ഈ ദുഷ്ടനായ ശൗലിൻ്റെ അടുക്കൽ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഈ ദാവീദിന് ജോലിയെടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. പക്ഷെ ദുരാത്മാവ് അവൻ്റെ മേൽ കയറും.
ശൗലിൻ്റെ മേൽ. അപ്പം ദാവീദ് കിന്നരം വായിക്കും. കിന്നരം വായിക്കുമ്പോൾ ദുരാത്മാവ് ശൗലിൽ നിന്ന് ഇറങ്ങിപ്പോകും. ഒരു സെർവൻറ്റ് ദാവീദിനെക്കുറിച്ച് പറഞ്ഞത് എന്നാണെന്നറിയാമോ? സ്കിൻഫുൾ ഇൻ പ്ലേയിങ്, എ മാൻ ഓഫ് വാലർ, എ വാരിയർ, prudent in speech, and a man of good presence, and the Lord was with him. ഹല്ലേലൂയ. ദൈവം ദാവീദിനോട് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ദാവീദിൻ്റെ ആ ജീവിതകാലത്ത് പ്രൈസ് ഗോഡ് അങ്ങനെ രാജാവായിട്ട് അനോയിൻറ്റഡായി, രാജാവായിട്ട് അപ്പോയിൻറ്റഡായി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നാൽ ദാവീദ് പണ്ട് എങ്ങനെ തൻ്റെ പോസ്റ്റിൽ വിശ്വസ്തനായിരുന്നോ, അതായത് ആടിനെ മേയിച്ച കാലത്ത് താൻ എങ്ങനെ വിശ്വസ്തനായിരുന്നോ അതുപോലെ താൻ തൻ്റെ ജീവിതകാലം മുഴുവനും വിശ്വസ്തനായിരുന്നു. അപ്പോൾ ഒരു മൈറ്റി വാരിയറായിട്ട്, ഹല്ലേലൂയ, ശൗലിൻ്റെ ആർമിയുടെയൊക്കെ ലീഡറായിട്ട് കൂടെയുള്ളവരുടെ എല്ലാം റെസ്പെക്റ്റൊക്കെ നേടിയെടുത്ത്, ഹല്ലേലൂയ, ഇസ്രായേൽ മക്കളുടെയൊക്കെയും അവരുടെ ആ ഹാർട്ട് വിൻ ചെയ്ത് ദൈവത്തിൻ്റെ ഫേവർ കിട്ടി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നാൽ ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ ഹിതം ദാവീദിനെ കൊണ്ട് നിവർത്തിച്ചെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, അനേക വർഷങ്ങൾ കഴിഞ്ഞു. എന്തിന്? പ്രൈസ് ഗോഡ്, ദൈവം അവനെ വിളിച്ചെങ്കിലും വേർതിരിച്ചെങ്കിലും ടു ബി ക്രൗൺഡ് ആസ് ദ കിങ് ഓഫ് ഇസ്രായേൽ അതിന് സമയമെടുത്തു. ഒരു കാര്യം ഓർത്തോണം, എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരൊരു കാര്യം ഓർത്തോണം. ദർ വാസ് എ ഡിലേ ബിറ്റ്വീൻ ദ കോൾ ആൻഡ് ദ ക്രൗൺ. നിനക്ക് ക്രൗൺ കിട്ടുന്നതിനും നിൻ്റെ ആ കോൾ ലഭിച്ചതിനും മധ്യേ ഒരു സമയമുണ്ട്. ആ സമയം നീ എങ്ങനെയായിരിക്കും? നമ്മുടെയൊക്കെ കാര്യത്തിൽ ഇത് സത്യമല്ലേ? ദൈവം നമ്മോട് ചിലപ്പോൾ സ്വപ്നത്തിൽ സംസാരിക്കും, ചിലപ്പോൾ അവൻ നമ്മെ വിളിക്കും, പേർ ചൊല്ലി വിളിക്കും, ചിലപ്പോൾ അവൻ നമുക്കൊരു ദൂത് തരുമായിരിക്കും, ഒരു വാഗ്ദത്തം തരുമായിരിക്കും. പക്ഷേ അതിനുശേഷം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്തുവാ? എ ഡിലേ. നമ്മെ എന്തിനു വേണ്ടി വിളിച്ചു? ഹല്ലേലൂയ, അത് നാം ആയിത്തീരുന്നതിനും കർത്താവ് നമുക്ക് വേണ്ടി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ പ്രോമിസസൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടേണ്ടതിനും എന്ത് ചെയ്യണം? നമുക്ക് ദാവീദിൻ്റെ ആറ്റിറ്റ്യൂഡ് വേണം കേട്ടോ. ഹല്ലേലൂയ. ജ്ഞാനം, ആ ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് ദൈവത്തിൽ നിന്ന് പ്രാപിക്കണ്ടേ? ഹല്ലേലൂയ. കോളിൻ്റെയും ക്രൗണിൻ്റെയും മധ്യത്തിൽ ആ ഗ്യാപ്പിലുള്ള നമ്മുടെ ആക്ഷൻസ് വൈസായിരിക്കണം. ഹല്ലേലൂയ. ഒന്നാമത്തെ കാര്യം, തൻ്റെ അതോറിറ്റിയോട് ദാവീദ് വിശ്വസ്തനായിരുന്നു. എന്നാൽ ഗോലിയാത്ത് തൻ്റെ മുമ്പിൽ തന്നോട് യുദ്ധം ചെയ്യുവാനായിട്ട് കടന്നു വന്നപ്പോൾ, ഹല്ലേലൂയ, ദാവീദ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. 1 ശമൂവേൽ 17-ാം അധ്യായം അതിൻ്റെ 45 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ നാം ഇങ്ങനെ കാണുന്നു. ദാവീദ് ഫെലിസ്ത്യനോട് പറഞ്ഞത്, നീ വാളും കുന്തവും വേലുമായി എൻ്റെ നേരെ വരുന്നു. ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിൻ്റെ നേരെ വരുന്നു. യഹോവ ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ നിന്നെ കൊന്ന് നിൻ്റെ തല ഛേദിച്ചു കളയും. അത്രയുമല്ല, ഞാൻ ഇന്ന് ഫെലിസ്ത്യ സൈന്യങ്ങളുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാക്കും. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് സർവ്വഭൂമിയും അറിയും. യഹോവ വാൾ കൊണ്ടും കുന്തം കൊണ്ടുമല്ല രക്ഷിക്കുന്നതെന്ന് ഈ സംഘമെല്ലാം അറിവാൻ ഇടവരും. യുദ്ധം യഹോവയ്ക്കുള്ളത്, അവൻ നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും. എന്തോ ഒരു പോസിറ്റീവ് കൺഫെഷനാണ് അല്ലേ? നമുക്ക് നമ്മുടെ അതോറിറ്റി അറിയാം. പക്ഷേ നമ്മുടെ മുമ്പിൽ ജയൻസ് വരുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടരുത് കേട്ടോ. ചുരുങ്ങി പിന്മാറി പോകരുത്. നീ ഹല്ലേലൂയ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുക. വിശ്വാസത്തിൻ്റെ നിറവിൽ നിൽക്കുക. ദൈവം സകല കാര്യങ്ങളും നിനക്ക് അനുകൂലമായി ചെയ്തു തരുമെന്നൊന്ന് വിശ്വസിക്കാമോ? പ്രൈസ് ഗോഡ്. ദാവീദ് തൻ്റെ വിളിക്ക് ഹല്ലേലൂയ വിശ്വസ്തത കാണിച്ചുകൊണ്ട് നിന്നു. കാരണം കോൾ ആൻഡ് ക്രൗണിൻ്റെ മധ്യത്തിലുള്ള ഗ്യാപ്പിൽ അവൻ തൃപ്തനായി നിന്നു, അവൻ വിശ്വസ്തനായി നിന്നു. ഞാൻ പറയട്ടെ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറുന്നതിന് മുമ്പ് നമുക്ക് ചില ഡിലേസൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. എന്നാൽ ആ സമയത്ത് വലിയ ധൈര്യത്തോടെ അല്ലെ ഏത് സീസണിലും തൃപ്തിയുള്ളവരായിട്ട് ദൈവത്തിൻ്റെ പ്ലാൻ ദൈവം വർക്കൗട്ട് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്തു തരുന്നത് വരെ ഒബീഡിയൻ്റായിട്ട് കുഞ്ഞേ നിനക്ക് അവൻ്റെ സന്നിധിയിൽ നിൽക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. ദാവീദ് വിശ്വസ്തനായിട്ട് നിന്നു. കാരണം അവൻ്റെ ദൈവത്തിലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു.
തൻ്റെ വിളി ദൈവത്തിൻ്റെ കരത്തിൽ സേഫാണെന്ന് അവന് അറിവുണ്ടായിരുന്നു. നോ ജയൻറ്റ്, നോ ബാറ്റിൽ, no disappointment or betrayal could stop the Lord from fulfilling his promise, his plan for David. നമ്മൾ ഡിലേസ് ഫേസ് ചെയ്യുമ്പോൾ ഹല്ലേലൂയ, ദൈവത്തിൻ്റെ കോൾ അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ലല്ലോ, ദൈവത്തിൻ്റെ പ്രോമിസ് അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ലല്ലോ എന്ന് കുഞ്ഞെ നീ കാണുമ്പോഴും നീ വിശ്വസ്തയോടെ നിൻ്റെ ഹല്ലേലൂയ ഫുൾ കോൺഫിഡൻസ് ആൻഡ് ഫുൾ ട്രസ്റ്റ് നീ യഹോവയിൽ അർപ്പിച്ചുകൊണ്ട് നിൽക്ക്. We can be confident knowing that he will bring to accomplish the good work he has started in us. അതാ നമ്മൾ കുറിവാക്യമായിട്ടെടുത്ത് നമ്മിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തു നാളോളം അതിനെ തികയ്ക്കും. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, ശക്തിയേറിയ പരിശുദ്ധാത്മാവിനെ നീ ഞങ്ങൾക്ക് തരണമേ. നിൻ്റെ സഹായം ഫെയ്ത്ത്ഫുള്ളായിട്ട് നിൽപ്പാൻ തക്കവണ്ണം ഞങ്ങൾ നിന്നോട് ചോദിക്കുക. നിന്നിൽ തന്നെ ഞങ്ങളുടെ ട്രസ്റ്റ് അർപ്പിച്ചുകൊണ്ട് നന്ദിയുള്ളവരായി, സമാധാനമുണ്ടാക്കുന്നവരായി, തൃപ്തിയോടെ ജീവിപ്പാൻ തക്കവണ്ണം നീ ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ. യുദ്ധം നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുമാറാകണമേ. ധൈര്യശാലികളാക്കി നീ ഞങ്ങളെ മാറ്റുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സകലത്തെയും ഓവർകം ചെയ്യുവാൻ ആവശ്യമാവുന്നുള്ള ദൈവകൃപ ഞങ്ങൾ മേൽ പകരണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.